പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ജി സുധാകരനെതിരായ അശ്ലീല പരാമർശത്തിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം അറസ്റ്റിൽ. അമ്പലപ്പുഴ കിഴക്ക് ലോക്കൽ കമ്മിറ്റി അംഗം M മിഥുനെയാണ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. രമേശ് ചെന്നിത്തലയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനെ പ്രശംസിച്ചതിന്റെ പേരിലായിരുന്നു അധിക്ഷേപം. ജി സുധാകരന്റെ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരത് SS ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത് SS, ഇതൊക്കെ ചില നേതാക്കൾക്ക് പാഠമാകേണ്ടതാണ്. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ കയറി എന്ത് വേണ്ടാതീനവും എഴുതാം എന്ന് കരുതുന്ന ചില മനുഷ്യരുണ്ട്. അതും ജി സുധാകരൻ എന്ത് തെറ്റായിരുന്നത്? രമേശ് ചെന്നിത്തലയെ പോലെ ഒരു മനുഷ്യൻ അവിടെ ലഹരിക്കെതിരെ ഒരു വാക്കത്തോൺ സംഘടിപ്പിക്കുമ്പോൾ അതിനെതിരെ അനുകൂലമായിട്ട് പ്രതികരിച്ചതല്ലേ ശരി? ആരാണ് ഈ മിഥുൻ? എന്താണ് ഈ മിഥുൻ പറഞ്ഞത്? പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ മതി. ശരത്തെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. അതായത് പറയാൻ പറ്റുന്ന വാക്കുകളല്ല ജി സുധാകരനെതിരെ മിഥുൻ ഫേസ്ബുക്ക് കമന്റിൽ പറഞ്ഞു വരുന്നത്. അതായത് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസമായിരുന്നു ആലപ്പുഴയിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഒരു സമൂഹ നടത്തം സംഘടിപ്പിച്ചത്. അതിൽ PP ചിത്രത്തിനടക്കമുള്ള CPM നേതാക്കളും പങ്കെടുത്തിരുന്നു. മാത്രമല്ല മന്ത്രി കുട്ടി അടക്കം ഇതിനെ പ്രശംസിച്ച് സോഷ്യൽ മീഡിയയുടെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ജി സുധാകരനും ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിനെ പ്രശംസിച്ച് ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നത്. പക്ഷേ സുധാകരനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് നേരത്തെ തന്നെ CPMന്റെ ചില സൈബർ സഖാക്കളുടെ ഒരു രീതിയാണ്. അത്തരത്തിൽ നടത്തിയ ഒരു ഇടപെടലാണ് എന്തായാലും ഇപ്പോൾ ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് ജി സുധാകരനെ അധിക്ഷേപിക്കുന്ന വളരെ മോശം അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ കമന്റിൽ ഇത്തരം ഒരു കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും സംഭവത്തിൽ ജി സുധാകരൻ അന്ന് തന്നെ ഈ അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അമ്പലപ്പുഴ ലോക്കൽ കമ്മിറ്റി അംഗമായ M മിഥുനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മിഥുന്റെ മൊബൈൽ ഫോൺ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ഈ പോസ്റ്റ് ഇട്ട് പിന്നീട് അത് വിവാദമായതിനു ശേഷം മിഥുൻ ആ പോസ്റ്റ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ ഫോൺ ഇപ്പോൾ എന്തായാലും പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെയും പല വിഷയങ്ങളിൽ ജി സുധാകരനെ ഇത്തരത്തിൽ ഈ സൈബർ സഖാക്കൾ ആക്രമിക്കുന്ന രീതിയുണ്ടായിരുന്നു. മുമ്പ് SFIയുടെയും DYFIയുടെയും ഒക്കെ തന്നെ നേതാക്കൾ അത്തരത്തിൽ ജി സുധാകരനെ പലതവണ സോഷ്യൽ മീഡിയയുടെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ചയെന്നുള്ളതാണ് ഇപ്പോഴും ഉണ്ടായത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സുധാകരൻ പരാതി നൽകുകയും ചെയ്തത്. എന്താ പറയുക ശരത്തെ? മാത്രമല്ല ഈ മിഥുനെ പോലുള്ള സൈബർ യുവ സഖാക്കളും അതേപോലെ നേതാക്കളും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ജി സുധാകരനെ പോലെയുള്ള നേതാക്കളും രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കളും ഇവരെയൊക്കെ അവരുടെ പാർട്ടികളിലൊക്കെയുള്ള ചില ആളുകൾ ഈ പറയുന്ന സൈബർ ആക്രമണത്തിന് വിധേയമാക്കാറുണ്ട്. പലരും കേട്ടു, എല്ലാവരുമല്ല. അവരൊക്കെ ഈ ചെറുപ്പക്കാരൊക്കെ അവിടെ മുളയ്ക്കണോ എന്ന് തീരുമാനിച്ചു തുടങ്ങുന്ന സമയത്ത് ഈ നാട്ടിലെ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ട നേതാക്കളാണ് ഈ തലമുതിർന്ന നേതാക്കൾ. അവരെയൊക്കെ വിമർശിക്കുമ്പോൾ കുറച്ച് മാന്യതയാവാം, വിമർശിച്ചോളൂ. പക്ഷേ ഈ പറയുന്ന തെറി പറഞ്ഞല്ലല്ലോ നിങ്ങൾ വിമർശിക്കേണ്ടത്. തെറി പറയുമ്പോൾ നിങ്ങളുടെ അന്തസ്സാണ് എടുത്ത് കളയുന്നത്. അത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ.